മോഹൻലാലിനും പൃഥ്വിരാജിനും ഇനി തിരിഞ്ഞു നോക്കേണ്ടി വരില്ല എന്ന കാര്യം എമ്പുരാൻ കണ്ട എല്ലാവർക്കും അറിയാം. മലയാള സിനിമയുടെ എക്കാലത്തെയും അഭിമാന താരമാവുകയാണ് എമ്പുരാനിലൂടെ ഇവർ. പൃഥ്വിക്ക് തന്റെ സംവിധാനത്തിലെ രണ്ടാമത്തെ ചിത്രമാണെങ്കിൽ മലയാള സിനിമയിലെ ബോക്സ് ഓഫീസ് കിങ് താൻ തന്നെയെന്ന് ഒന്നുകൂടി അരക്കിട്ടുറപ്പിക്കുകയാണ് മോഹൻലാൽ ചെയ്തത്. മലയാള സിനിമയ്ക്ക് ആദ്യമായി 50 കോടി, 100 കോടി, 150 കോടി ബോക്സ് ഓഫീസ് കളക്ഷനുകൾ സമ്മാനിച്ച മോഹൻലാൽ ഏറ്റവും പുതിയ സിനിമയായ എമ്പുരാനിലൂടെ ചരിത്രം സൃഷ്ടിക്കുകയാണ്. റിലീസിന് മുൻപ് തന്നെ നിരവധി കളക്ഷൻ റെക്കോർഡുകൾ കുറിച്ചുകൊണ്ടാണ് വ്യാഴാഴ്ച ചിത്രം റിലീസ് ചെയ്തത്. ഇപ്പോഴത്തെ റിലീസ് ചെയ്ത് വെറും 48 മണിക്കൂർ പോലും പിന്നീട് മുൻപ് 100 കോടി ക്ലബിൽ എത്തിയിരിക്കുകയാണ് എമ്പുരാൻ. നടൻ മോഹൻലാലും സംവിധായകൻ പൃഥ്വിരാജ് സുകുമാരനും ഇക്കാര്യം അറിയിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നലെ രാത്രി 10:30 എമ്പുരാൻ 100 കോടി ക്ലബിലെത്തിയ കാര്യം അറിയിച്ചുകൊണ്ട് ഇരുവരും പോസ്റ്റ് പങ്കുവെച്ചത്. ഈ സമയം കണക്കാക്കിയാൽ റിലീസ് ചെയ്ത് വെറും 40.5 മണിക്കൂർ കൊണ്ടാണ് എമ്പുരാൻ 100 കോടി ക്ലബിൽ എത്തിയിരിക്കുന്നത്. മലയാള സിനിമയുടെ ചരിത്രത്തിലെ എക്കാലത്തെയും ഏറ്റവും വലിയ ബജറ്റിൽ എത്തിയ ചിത്രമാണ് എമ്പുരാൻ. ബ്രഹ്മാണ്ഡ സിനിമയായി എത്തിയ എമ്പുരാൻ ബ്രഹ്മാണ്ഡ ഹിറ്റ് ആകുന്ന കാഴ്ചയാണ് കാണുന്നത്. ഏകദേശം ഒരാഴ്ചത്തേക്കുള്ള ടിക്കറ്റുകളെല്ലാം തന്നെ വിറ്റഴിച്ചിട്ടുമുണ്ട്. പൃഥ്വിരാജിന്റെ സംവിധാന അരങ്ങേറ്റ ചിത്രമായിരുന്ന ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായാണ് എമ്പുരാൻ എത്തുന്നത്. രണ്ടാം ഭാഗം പ്രഖ്യാപിച്ചത് മുതൽ വലിയ ഹൈപ്പ് ലഭിച്ച ചിത്രം കൂടിയാണിത്. ബുക്ക് മൈ ഷോയിൽ ആദ്യ മണിക്കൂറിൽ തന്നെ ഏറ്റവും കൂടുതൽ ടിക്കറ്റ് വിറ്റഴിച്ച സിനിമ എന്ന നേട്ടം സ്വന്തമാക്കിക്കൊണ്ടാണ് എമ്പുരാൻ വരവറിയിച്ചത്. മാർച്ച് 27 റിലീസിംഗ് ദിനത്തിൽ മാത്രം ഇന്ത്യയിൽ നിന്ന് 25 കോടി രൂപയാണ് എമ്പുരാൻ പോക്കറ്റിലാക്കിയത്. മലയാളം പതിപ്പ് 22 കോടിക്ക് അടുത്ത് നേടിയപ്പോൾ തെലുങ്ക് പതിപ്പ് 1.2 കോടിയും തമിഴ് 80 ലക്ഷവും നേടിയതായി ട്രാക്കിംഗ് വെബ്സൈറ്റ് ആയ സാക്നിക് റിപ്പോർട്ട് ചെയ്യുന്നു. കന്നഡ, ഹിന്ദി പതിപ്പുകൾക്ക് യഥാക്രമം 5 ലക്ഷവും 50 ലക്ഷവും കളക്ഷൻ ഉണ്ട് എന്നാണ് വിവരം. ഓവർസീസ് കളക്ഷനിലും റെക്കോർഡ് സൃഷ്ടിച്ചിരിക്കുകയാണ് എമ്പുരാൻ. ഒന്നാം ദിനം 43.93 കോടി രൂപയാണ് ഗ്ലോബൽ കളക്ഷനായി ചിത്രത്തിന് ലഭിച്ചത്. ഡൽഹി ഉൾപ്പെടെയുള്ള GCC രാജ്യങ്ങളിൽ നിന്നും 20.93 കോടി രൂപയും UK, US ഉൾപ്പെടെയുള്ള മറ്റു രാജ്യങ്ങളിൽ നിന്ന് 23 കോടി രൂപയുടെ കളക്ഷനുമാണ് ലഭിച്ചത്. മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഓവർസീസ് കളക്ഷൻ നേടിയ ചിത്രമായും എമ്പുരാൻ മാറിയിരിക്കുകയാണ്. പശ്ചാത്തല രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ ലഭിച്ചത് UK നിന്നാണെന്നാണ് അറിയുന്നത്. എമ്പുരാന്റെ UK, യൂറോപ്പ് രാജ്യങ്ങളിലെ വിതരണാവകാശം നേടിയ RFD ഫിലിംസ് ഉടമ റൊണാൾഡ് ക്രോണിക്കൽ പറയുകയുണ്ടായി. UK-യിലും ന്യൂസിലാൻഡിലും ഏറ്റവും അധികം ഓപ്പണിംഗ് കളക്ഷൻ ലഭിക്കുന്ന ഇന്ത്യൻ സിനിമയായി അതോടുകൂടി എമ്പുരാൻ മാറിക്കഴിഞ്ഞിരിക്കുന്നു. UK-യിൽ 6 കോടി, US-ൽ 4.3 കോടി, ഓസ്ട്രേലിയ 2.63 കോടി, കാനഡ 3.5 കോടി, ജർമ്മനി 1.3 കോടി, അയർലൻഡ് 75 ലക്ഷം, ന്യൂസിലൻഡ് 65 ലക്ഷം, മറ്റു രാജ്യങ്ങൾ 3.87 കോടി രൂപയുമാണ് ആദ്യ ദിനം ലഭിക്കുകയുണ്ടായത്. ആശീർവാദ് സിനിമാസ്, ലൈക്ക പ്രൊഡക്ഷൻസ്, ശ്രീ ഗോകുലം മൂവീസ് എന്നിവയുടെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ, സുഭാസ്കരൻ, ഗോകുലം ഗോപാലൻ എന്നിവർ ചേർന്നാണ് എമ്പുരാൻ നിർമ്മിച്ചത്.